ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 2019 നടന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ട്രിഗണോമെട്രി ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. ടോട്ടൽ 6 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ആ ഓരോ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: prove that sin square 8x minus sin square 4x is equal to sin 12x into sin 4x എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സപ്ലിമെൻ്ററി സെക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 2 മാർക്കായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഫോർ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: find the principal and general solution of trigonometric equations sin x is equal to root 3 by 2. ഓക്കെ, sin x is equal to root 3 by 2 എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഇക്വേഷൻ്റെ പ്രിൻസിപ്പൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അതും 2 മാർക്കായിരുന്നു. അങ്ങനെ ടോട്ടൽ 6 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് സൈൻ സ്ക്വയർ 8x മൈനസ് സൈൻ സ്ക്വയർ 4x എന്ന് തെളിയിക്കണം. സൈൻ 12x ഇൻറ്റു സൈൻ 4x എന്ന് നമുക്ക് തെളിയിക്കണം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ട്രിഗണോമെട്രി ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 2. എങ്കിൽ നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? സൈൻ സ്ക്വയർ 8x ആണ്, അതേപോലെ സൈൻ സ്ക്വയർ 4x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂസിനെ എന്ത് ചെയ്യാം? ഈ ഒരു ഫോമിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് സൈൻ സ്ക്വയർ 8xനെ ഇതേ ഇക്വേഷനിൽ അപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുക, ശ്രദ്ധിക്കാം. ഇപ്പോൾ സൈൻ സ്ക്വയർ എക്സ് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 1 മൈനസ് കോസ് 2x ബൈ 2. അതായത് ഇവിടെ ആംഗിൾ എക്സ് ആയിരുന്നുവെങ്കിൽ ഓക്കെ, എക്സിൻ്റെ ഡബിളാണ് ഇവിടെ കിട്ടുക 2x. എങ്കിൽ നമുക്ക് എഴുതാം സൈൻ സ്ക്വയർ 8x. സൈൻ സ്ക്വയർ 8x നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 8xൻ്റെ ഡബിള് എത്രയാ? 16x ബൈ 2. 16x ബൈ 2. ക്ലിയർ ആണ്. ഓക്കെ, അതേപോലെ തന്നെ സൈൻ സ്ക്വയർ 4x നമുക്ക് ഇതേപോലെ റീപ്ലേസ് ചെയ്യാം. എന്താ? 1 മൈനസ് ഓക്കെ 4xൻ്റെ ഡബിൾ എത്രയാ? 8x. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? കോസ് 8x ഡിവൈഡഡ് ബൈ 2. കോസ് 8x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലത്തിലെ സൈൻ സ്ക്വയർ 8xനെ നമ്മൾ എങ്ങനെ എഴുതും? 1 മൈനസ് കോസ് 16x ബൈ 2. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണ്? സൈൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന ഇക്വേഷനാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, അതേപോലെ സൈൻ സ്ക്വയർ 4x നമ്മൾ എങ്ങനെ എഴുതി? 1 മൈനസ് കോസ് 8x ബൈ 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ സ്ക്വയർ 8x അതിന് പകരം നമുക്ക് റീപ്ലേസ് ചെയ്യാം. എന്താ? 1 മൈനസ് കോസ് 16x ബൈ 2. ഓക്കെ, അതേപോലെ മൈനസ് മൾട്ടിപ്പിൾ ടൈം ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, സൈൻ സ്ക്വയർ 4xന് വരെ നമ്മൾ എഴുതുന്ന വാല്യൂ ഇതാണ് 1 മൈനസ് കോസ് 8x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമുക്ക് ഇക്വേഷനിലെ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. ഡിനോമിനേറ്ററിൽ 2ഉം 1 മൈനസ് കോസ് 16x 1 മൈനസ് കോസ് 16x മൈനസ് ഇൻറ്റു 1 എന്താ? -1 മൈനസ് ഇൻറ്റു മൈനസ് എന്ത് കിട്ടും? പ്ലസ് കോസ് 8x നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെയൊക്കെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് +1ഉം -1ഉം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ബാലൻസ് കിട്ടുക. ഓക്കെ, ആദ്യം പോസിറ്റീവ് ടൈമിനെ ഫസ്റ്റ് എഴുതാണ് കോസ് 8x മൈനസ് കോസ് 16x
ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? cos 8x മൈനസ് cos 16x ഡിവൈഡഡ് ബൈ 2. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത് cos 8x മൈനസ് cos 16x ബൈ 2 എന്നാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട വാല്യൂ എന്താണ്? sin 12x ഇൻറ്റു sin 4x നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് യൂസ് ചെയ്യാം. cos 8x മൈനസ് cos 16x ആണ് ന്യൂമറേറ്ററിൽ. ഓക്കെ, നമ്മൾ ട്രിഗണോമെട്രി ഇക്വേഷനിൽ പഠിച്ച ഒരു ഇക്വേഷനുണ്ട്, cos x മൈനസ് cos y. എന്താ cos x മൈനസ് cos y എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണിത്. -2 sin x പ്ലസ് y ബൈ 2 -2 sin x പ്ലസ് y ബൈ 2 അതേപോലെ ഇൻറ്റു sin x മൈനസ് y ബൈ 2. ഓക്കെ, അതെന്താണ്? cos x മൈനസ് cos y. cos x മൈനസ് cos y എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണ്. -2 sin x പ്ലസ് y ബൈ 2 ഇൻറ്റു sin x മൈനസ് y ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ ഇക്വേഷൻ എടുത്ത് എന്ത് ചെയ്യാം? ഇതാ ഇവിടുത്തെ cos 8x മൈനസ് cos 16x ബൈ 2 എന്ന് പറയുന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കാം, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 8x ആണ്, അതേപോലെ വൈയുടെ സ്ഥാനത്ത് എന്താണ്? 16x ആണ്. അപ്പോൾ നമ്മൾ cos x മൈനസ് cos yയിൽ എക്സിൻ്റെ സ്ഥാനത്ത് 8x, വൈയുടെ സ്ഥാനത്ത് 16x. ഓക്കെ, എങ്കിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. -2 sin x പ്ലസ് വൈ. ഓക്കെ, x പ്ലസ് വൈ പറയുമ്പോൾ 8x പ്ലസ് 16x. എന്താ 8x പ്ലസ് 16x? 24x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് 8xൽ നിന്നും 16x കുറയ്ക്കണം. 8xൽ നിന്നും 16x കുറച്ചാൽ -8x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇവിടുത്തെ ഈ 2ഉം ഈ 2 എന്ത് ചെയ്യാം? നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. മൈനസ് സൈൻ 24x ഡിവൈഡഡ് ബൈ 2. എന്താ 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12x ഇൻറ്റു ഓക്കെ സൈൻ ഓഫ് -8x ഡിവൈഡഡ് ബൈ 2. എന്താ -4x. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സൈൻ ഓഫ് -x. എന്താ സൈൻ ഓഫ് -x? അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞത് -sin x ആണ്. ഓക്കെ, എന്താണ് സൈൻ ഓഫ് -x? എന്തായിരിക്കും? -sin x. ഓക്കെ, എങ്കിൽ ഇവിടെ -sin 12x എന്ന് ഉണ്ട് ഇൻറ്റു സൈൻ ഓഫ് -4x. നമുക്കിങ്ങനെ എഴുതാം -sin 4x. ഓക്കെ, എന്താണ് സൈൻ ഓഫ് -4x എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ? -sin x ആണ്. എങ്കിൽ സൈൻ ഓഫ് -4x എന്തായിരിക്കും? -sin 4x. ഓക്കെ, ഇവിടെ വരുന്ന നെഗറ്റീവ് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അതായത് -sin 12x ഇൻറ്റു -sin 4x. ഓക്കെ, നമുക്ക് കിട്ടുന്നു ഫൈനൽ ആൻസർ. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നു sin 12x ഇൻറ്റു sin 4x. sin 12x ഇൻറ്റു sin 4x. ഇതായിരുന്നു നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡും എന്തായിരുന്നു? sin 12x ഇൻറ്റു sin 4x. അതായത് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. sin സ്ക്വയർ 8x മൈനസ് sin സ്ക്വയർ 4x എന്ന് പറയുന്നത് sin 12x ഇൻറ്റു sin 4x എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് വരാം. ഫോർ എനി ട്രയാങ്കിൾ എ ബി സി പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2 എന്ന് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. സപ്ലിമെൻ്ററി സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, സൈൻ ഫോർമുല. ഓക്കെ, എന്താണ് സൈൻ ഫോർമുല എന്ന് പറയുന്നത്? സൈൻ ഫോർമുല ഇങ്ങനെയാണ്: എ ബൈ സൈൻ എ ഈസ് ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈസ് ഈക്വൽ ടു സി ബൈ സൈൻ സി. അത് ഒരു കോൺസ്റ്റന്റ് നിക്കേറ്റ് ചെയ്തു, ഈസ് ഈക്വൽ ടു കെ എന്നെടുത്തു. ഓക്കെ, എങ്കിൽ നമുക്കിവിടെ നിന്ന് കിട്ടും എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും?
കെ ഇൻറ്റു സൈൻ എ, കെ ഇൻറ്റു സൈൻ എ. അതേപോലെ ബി ഈസ് ഈക്വൽ ടു, ഓക്കെ, ബി ബൈ സൈൻ ബി കെക്ക് ഇക്വേറ്റ് ആണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കെ ഇൻറ്റു സൈൻ ബി എന്ന് കിട്ടും. ക്ലിയർ ആണ്? സെയിം മെത്തേഡ് സി ബൈ സൈൻ സി ഈക്വൽ ടു കെ ആണ് എങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സി ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഓക്കെ, ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്ന. ഓക്കെ, അപ്പോൾ നമുക്ക് എക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? കെ ഇൻറ്റു സൈൻ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ ബിക്ക് പകരം കെ ഇൻറ്റു സൈൻ ബി എന്നും സിക്ക് പകരം കെ ഇൻറ്റു സൈൻ സി എന്നും എന്ത് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. എക്ക് പകരം കെ ഇൻറ്റു സൈൻ എ പ്ലസ് ബിക്ക് പകരം നമ്മൾ എന്ത് എഴുതും? കെ ഇൻറ്റു സൈൻ ബി ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു സൈൻ സി. ഓക്കെ, ന്യൂമറേറ്ററിൽ 2 കെ കോമൺ ആണ്. ഓക്കെ, ഓരോന്നിലും കെ ഉണ്ട്. ആ കെ ഒന്ന് എന്ത് ചെയ്യുക? പുറത്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ എന്താ? കെ ഇൻറ്റു സൈൻ സി. ഓക്കെ, ആ ന്യൂമറേറ്ററിലെ കെയും ഡിനോമിനേറ്ററിലെ കെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ന്യൂമറേറ്ററിൽ സൈൻ എ പ്ലസ് സൈൻ ബി എന്നും ഡിനോമിനേറ്ററിൽ സൈൻ സി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, സൈൻ എ പ്ലസ് സൈൻ ബി. എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി? ഓക്കെ, ഡയറക്റ്റ് ഇക്വേഷൻ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, എടുത്ത് നമുക്ക് ഈ ഇക്വേഷനിലൊന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സൈൻ എ പ്ലസ് സൈൻ ബി നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുകയാണ്. എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 2 sin a plus b divided by 2 into cos a minus b divided by 2. ഓക്കെ, എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി? 2 സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? സൈൻ സി. ഓക്കെ, ഡിനോമിനേറ്ററിൽ സൈൻ സി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്തു. എന്ത് കിട്ടി? 2 സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ റീപ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡിവൈഡഡ് ബൈ സൈൻ സി എന്ന് എഴുതി. ഇനി നമുക്കറിയാം എയും ബിയും സിയും, ഓക്കെ, ഒരു ട്രയാങ്കിളിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും സിയും ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താ? 3 ആംഗിൾസുകളുടെ സം എപ്പോഴും എത്രയായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, എന്തായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, എങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്തിന് ഈക്വലായിരിക്കും? 180 മൈനസ് സിക്ക്. ഓക്കെ, എങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ എന്തായിരിക്കും ഇവിടെ? ഓക്കെ, 180 മൈനസ് സി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതിനൊന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. 180 ബൈ 2 എന്തായിരിക്കും? 90 മൈനസ് സി ബൈ 2. ഓക്കെ, അതായത് എ പ്ലസ് ബി ബൈ 2ന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് 90 മൈനസ് സി ബൈ 2. ഓക്കെ, എന്താണ്? 90 മൈനസ് സി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യുന്നു. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 എന്ന് പറയുന്ന ആ ഒരു ടേമിലെ എ പ്ലസ് ബി ബൈ 2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 90 മൈനസ് സി ബൈ 2 എന്ന് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 2 സൈൻ എ പ്ലസ് ബി ബൈ 2ന് പകരം നമുക്ക് എഴുതാൻ പറ്റും എന്താ? 90 മൈനസ് സി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുകയാണ് 90 മൈനസ് സി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2നെ നമ്മളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരുണ്ടോ? കോസ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ടേം ഉണ്ട്. ഓക്കെ, അതിനെ നമ്മൾ നിർത്തുകയാണ്. ഡിവൈഡഡ് ബൈ, ഓക്കെ, സൈൻ സി നമുക്കറിയാം സൈൻ 2x അല്ലെങ്കിൽ സൈൻ 2 തീറ്റ. എന്താ സൈൻ 2 തീറ്റ? 2 സൈൻ തീറ്റ കോസ് തീറ്റ
അപ്പോൾ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ്. ഓക്കെ, എങ്കിൽ എന്തായിരിക്കും സൈൻ തീറ്റ? ഓക്കെ, എന്താ അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുമെങ്കിൽ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. എന്താണ് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പോൾ നമ്മൾ എഴുതി സൈൻ തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. എങ്കിൽ ഇവിടെ സൈൻ സിയെ നമുക്ക് ഇതേപോലെ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഓക്കെ, തീറ്റയുടെ സ്ഥാനത്ത് സി ആണ്. എങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടെ എഴുതാം 2 സൈൻ തീറ്റ ബൈ 2. സോറി, തീറ്റ ബൈ 2 എന്നല്ല, എന്താ എഴുതേണ്ടത്? നമുക്കിവിടെ സി അല്ലേ. ഓക്കെ, അപ്പം 2 സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. ഓക്കെ, ഏതാ ഇക്വേഷൻ? നമ്മൾ ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? സി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ സൈൻ സി എന്ന് പറഞ്ഞത് എന്താ? 2 സൈൻ സി ബൈ 2 കോസ് സി ബൈ 2. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷനാണ് സൈൻ ഓഫ് 90 മൈനസ് എക്സ്. സൈൻ ഓഫ് 90 മൈനസ് എക്സ്, അതായത് സൈൻ ഓഫ് 90 മൈനസ് എക്സ് 90യോ ഓക്കെ 270യോ വരെയാണെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാകും. എങ്ങനെ? സൈന് കോസ് ആകും, കോസ് സൈൻ ആകും, ടാന് കോട്ടാകും, അതേപോലെ കോട്ട് ടാൻ ആകും. പിന്നെ അതേപോലെ തന്നെ സൈൻ മേ ചേഞ്ച്. ഓക്കെ, അത് സൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ഡിപ്പെൻഡ് ഓൺ ദി കോർഡിനേറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സൈൻ ഓഫ് 90 മൈനസ് എക്സ് വന്നതുകൊണ്ട് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചേഞ്ച് ചെയ്തിട്ട് എന്താകും? കോസ് എക്സ് എന്നാകും. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാം 90 മൈനസ് എക്സ് ക്വാഡ്രൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ 90 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, 90 എന്നൊരു ആംഗിൾ കുറയ്ക്കുകയാണെങ്കിൽ ഏത് ക്വാഡ്രൻറ്റിൽ പോവും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പോകും. ഓക്കെ, അവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവ് ആയതുകൊണ്ട് സൈൻ ഓഫ് 90 മൈനസ് എക്സ് എന്താ? കോസ് എക്സ്, പോസിറ്റീവ് കോസ് എക്സ് ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഇതേ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്യാം സൈൻ ഓഫ് 90 മൈനസ് സി ബൈ 2. ഓക്കെ, എന്താണ് സൈൻ ഓഫ് 90 മൈനസ് സി ബൈ 2? അതായത് സി ബൈ 2 എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നിരിക്കുക? സി ബൈ 2 വന്നിരിക്കുക. ഓക്കെ, അപ്പോൾ സൈൻ ഓഫ് 90 മൈനസ് സി ബൈ 2 ഇതേ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാം എന്താ? കോസ് സി ബൈ 2. ഓക്കെ, എന്താണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞേ? സൈൻ ഓഫ് 90 മൈനസ് എക്സ് എന്താണെന്ന് പറഞ്ഞേ? കോസ് എക്സ് ആണെന്ന് പറഞ്ഞു. എങ്കിൽ ഇതേ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാണ് സൈൻ ഓഫ് 90 മൈനസ് സി ബൈ 2 എന്ത് നമുക്ക് എഴുതാം? കോസ് സി ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 2 കോസ് സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. നമ്മൾ അതേപോലെ എഴുതി കോസ് സി ബൈ 2 എന്ന് എഴുതിയിട്ട് കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2നെ അതേപോലെ എഴുതി കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ ഓക്കെ ഡിനോമിനേറ്ററിൽ ഒരു മാറ്റം വരുത്തിയില്ല 2 ഇൻറ്റു സൈൻ സി ബൈ 2 ഇൻറ്റു കോസ് സി ബൈ 2. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസുകളെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാം ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതേപോലെ ന്യൂമറേറ്ററിൽ ഒരു കോസ് സി ബൈ 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു കോസ് സി ബൈ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് വന്ന ടേംസ് ഇതാണ് കോസ് ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ന്യൂമറേറ്ററിലും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാ? സൈൻ സി ബൈ 2. ഓക്കെ, ഇതല്ലേ നമുക്കും പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, അവിടുത്തെ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ സി എന്ന് പറഞ്ഞാൽ എന്തെന്നാ തെളിയിക്കാൻ പറഞ്ഞേ? അതായത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നാണ് പ്രൂവ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, സോൾവ് ചെയ്ത് തുടങ്ങിയത്. അത് നമുക്ക് കിട്ടി എന്താ? കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എത്തി. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. ലാസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പ്രിൻസിപ്പൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ട്രിഗണോമെട്രി ഇക്വേഷൻ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു √3/2. എന്താണ്? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു √3/2 എന്ന് പറയുന്ന ട്രിഗണോമെട്രി ഇക്വേഷൻ്റെ പ്രിൻസിപ്പൾ ആൻഡ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചിന്തിക്കാം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് √3/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിന്തിക്കാം സൈൻ എവിടെയൊക്കെയാണ് പോസിറ്റീവ്, ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ് പോസിറ്റീവ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫസ്റ്റ്
ക്വാഡ്രൻറ്റും അതേപോലെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും സൈൻ എന്താണ് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റീജിയൻസുള്ള വാല്യൂസ് ആയിരിക്കും എന്താ, അപ്പോൾ രണ്ട് വാല്യൂസ് കാണും. ആ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലുള്ള വാല്യൂസ് ആയിരിക്കും പ്രിൻസിപ്പാൾ സൊല്യൂഷൻ എന്ന് പറയുക ഈ ഒരു പ്രോബ്ലത്തിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം സൈൻ എക്സ് അല്ലെങ്കിൽ എക്സ് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് √3/2 കിട്ടുക, അതായത് സൈൻ 60 അല്ലെങ്കിൽ സൈൻ π/3. ഓക്കെ, സൈൻ π/3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, √3/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് എഴുതാം. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, സൈൻ π/3. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി എക്സിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്താകാം, π/3 ആകാം. ഓക്കെ, അപ്പോൾ എക്സിന് π/3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, √3/2 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ π/3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അതേപോലെ സൈൻ നമ്മൾ പറഞ്ഞു എന്താ, സെക്കൻഡ് ക്വാർട്ടറിലും സൈൻ എന്താണ് പോസിറ്റീവ് ആയിരിക്കും. എങ്കിൽ ഇതേ പ്രോബ്ലത്തിന് നമുക്ക് എഴുതാം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, √3/2 കിട്ടുന്ന മറ്റൊരു വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സെക്കൻഡ് ക്വാർട്ടറിൽ വരികയാണെങ്കിൽ പൈ എന്ന് പറയുന്ന ആംഗിളിനോട് എന്ത് ചെയ്യണം, ഒരു വാല്യൂ കുറയ്ക്കണം. അത് ഏത് വാല്യൂ കുറയ്ക്കേണ്ടത് നമുക്കറിയാം, സൈൻ ഓഫ് π മൈനസ് എക്സ്. സൈൻ ഓഫ് π മൈനസ് എക്സ് എന്താ, സൈൻ ഓഫ് π മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൈൻ എക്സ് ആയിരിക്കും. എന്താ, സൈൻ എക്സ്. എന്തുകൊണ്ടാണ്, പൈ വരെയാണെങ്കിൽ ഫംഗ്ഷന് ചേഞ്ച് ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ സൈൻ തന്നെയായിരിക്കും. കോസ് ആണെങ്കിൽ കോസ് തന്നെയായിരിക്കും. ടാൻ ആണെങ്കിൽ ടാൻ തന്നെയായിരിക്കും. കോട്ട് ആണെങ്കിൽ കോട്ട് തന്നെയായിരിക്കും. പിന്നെ സൈൻ മേ ചേഞ്ച്. സൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, ഡിപ്പെൻഡ് ഓൺ ദി ക്വാഡ്രൻറ്റ്. ഓക്കെ, നമുക്കറിയാം സൈൻ ഓഫ് π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻറ്റാണ് വരിക, സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെ സൈൻ എന്താ, പോസിറ്റീവ്. ദെയർഫോർ അതുകൊണ്ട് സൈൻ ഓഫ് π മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് സൈൻ എക്സ് ആയിരിക്കും. എങ്കിൽ നമ്മളെ പ്രോബ്ലത്തിൽ സൈൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഓഫ് π മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രോബ്ലത്തിൽ ഓക്കെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മളെ വാല്യൂ എന്താ, π/3. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഇവിടെ സൈൻ ഓഫ് π മൈനസ് π/3. ഓക്കെ, സൈൻ ഓഫ് π മൈനസ് π/3. ഓക്കെ, സൈൻ ഓഫ് π മൈനസ് π/3 എന്ന് എഴുതാം. ഓക്കെ, π മൈനസ് π/3 ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ ക്രോസ് ചെയ്യാം, 3 × π എന്താ, 3π. 3π നിന്നൊരു π കുറയ്ക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, 2π. അതായത് നമുക്ക് കിട്ടുന്നത് സൈൻ ഓഫ് 2π/3 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, √3/2 കിട്ടും. അതായത് എക്സിൻ്റെ രണ്ടാമത്തെ സൊല്യൂഷനും കിട്ടി, എക്സ് ഈസ് ഈക്വൽ ടു 2π/3. ഓക്കെ, അതായത് എക്സ് ഈസ് ഈക്വൽ ടു π/3 എന്ന വാല്യൂ കൊടുത്താലും അതേപോലെ 2π/3 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, √3/2 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ സൊല്യൂഷൻസ് കിട്ടി. ഏതൊക്കെയാണ് പ്രിൻസിപ്പാൾ സൊല്യൂഷൻസ്, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പാൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ഒന്ന് π/3യും രണ്ടാമത്തത് 2π/3യും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എഴുതണം. നമുക്കറിയാം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ എന്ന ഫോമാണ് വരുന്നതെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താ, എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1/n ഇൻറ്റു വൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടിയ പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതൊക്കെയാണ്, π/3യും 2π/3യും. അതിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ, π/3. ആ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക, വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ സൊല്യൂഷനിലെ ഏറ്റവും സ്മാളസ്റ്റ് വാല്യൂ ഏതാ, π/3. അതെടുത്ത് എന്ത് ചെയ്യുക, വൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നു nπ പ്ലസ് -1/n ഇൻറ്റു വൈ. വൈയുടെ സ്ഥാനത്ത് ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ സൊല്യൂഷൻ ഏതാ, π/3 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കിട്ടി. എന്താ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്, എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1/n ഇൻറ്റു π/3 വേർ n എലമെൻറ്റ് ഇൻ ഇസഡ്. ഓക്കെ, വേർ n എലമെൻറ്റ് ഇൻ ഇസഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു √3/2 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ഓക്കെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കിട്ടി, π/3 ആൻഡ് 2π/3. ആൻഡ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1/n ഇൻറ്റു π/3.